ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മൾ കാത്തിരുന്ന സെമി ഫൈനൽ മാച്ച്, ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട്. അപ്പോൾ രണ്ടും തുല്യശക്തികളെന്നൊക്കെ പറയാമോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലായിരിക്കും, നമ്മളെന്തായാലും ഇന്ത്യക്കാരല്ലേ, അപ്പോൾ ഇന്ത്യ ആയിരിക്കുമല്ലോ മുന്നിൽ. അപ്പോൾ ഇന്നാണ് ആ മാച്ച്. കഴിഞ്ഞ കളിയിൽ വെസ്റ്റ് ഇൻഡീസായിട്ടുള്ള കളിയിൽ അതേ പ്ലേയിങ് 11 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. സഞ്ജു, ഇഷാൻ, സൂര്യ, ഹാർദിക്, അഷ്ദീപ്, വരുൺ, ജസ്പ്രീത്, ഇഷാൻ, അഭിഷേക്, തിലക്, ഇത്രയും പേരൊക്കെ തന്നെയാണ് കഴിഞ്ഞ പ്ലേയിങ് 11 തന്നെയാണ്. അത് എനിക്കൊന്ന് വർക്കായതുകൊണ്ടായിരിക്കാം ഒരു ഇത് തന്നെ. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ എനിക്കറിയില്ല കേട്ടോ. അവരും ആക്ച്വലി നല്ല കളിക്കാരാണ്. ആദ്യമൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും ഒരു സെമിയിൽ കയറിയില്ലേ, അത് കഴിവുള്ളതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇന്നലത്തെ കളിയിലേ ന്യൂസിലാൻഡും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള കളിയിൽ എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ചാൽ സൗത്ത് ആഫ്രിക്ക ജയിക്കും എന്നായിരുന്നു. ഞാൻ വിചാരിച്ചത് സൗത്ത് ആഫ്രിക്ക ആയിരിക്കും ജയിക്കുന്നതെന്നാണ്. പക്ഷേ തിരിഞ്ഞുപോയി, ന്യൂസിലാൻഡായിരുന്നു. അടിപൊളി മാച്ച് കേട്ടോ. കാരണം നല്ല രസമുണ്ടായിരുന്നു. 9 വിക്കറ്റ് അവർ ജയിച്ചു. അപ്പോൾ ഇന്ത്യയുടെ എതിരാളികൾ എന്തായാലും ന്യൂസിലാൻഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങളായിരിക്കും ഇന്ത്യ ജയിച്ചില്ലല്ലോ, അപ്പോൾ എങ്ങനെ ന്യൂസിലാൻഡ് ആയിരിക്കും? എൻ്റെ വിശ്വാസമാണ് ഇന്ത്യ ജയിക്കും എന്നുള്ളത്. നമ്മുടെ ചെക്കന്മാർ പൊളിയല്ലേ. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ജയിക്കും തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ജയിക്കും. നല്ല മാർക്കിൽ നിന്ന് പോലും നല്ല റൺസിലോ അല്ലെങ്കിൽ നല്ല വിക്കറ്റിലോ അല്ലെങ്കിൽ ഒരു അത്രയും ഇതിൽ തന്നെ ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ജയിക്കട്ടെ, എല്ലാവരും നന്നായിട്ട് കളിക്കട്ടെ. ഇംഗ്ലണ്ടിൻ്റെ അത്ര ചെറിയ ടീമായിട്ടോ കുറച്ച് കാണാനോ ഒന്നും പറ്റത്തില്ല. ബട്ട്ലർ ഫോമല്ല എന്നുള്ള ഒഴിച്ചാൽ ബാക്കി ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാം സെറ്റാണെന്ന് തോന്നുന്നു. ആർച്ചറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. മാച്ചിൻ്റെ കാര്യം ഫോമും ഫോമോട്ടും ഒക്കെ തീരുമാനിക്കുന്നത് അപ്പോഴത്തെ കളിയല്ലേ. മീൻസ് ഇപ്പം ഇന്ന് ഫോമായാൽ നാളെ ഫോമാകത്തില്ല, നാളെ ഫോമാകുന്ന മറ്റന്നാൾ ഫോമാകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ലൈവൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. കളി കണ്ട് തന്നെ കാണണം കോശി എന്ന് പറയുന്ന പോലെ കണ്ട് തന്നെ കാണണം കാര്യങ്ങളൊക്കെ. ജയിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇന്ത്യ ജയിക്കട്ടെ, ഫൈനലിൽ കയറട്ടെ, കപ്പ് അടിക്കട്ടെ, ഈ കപ്പ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം, പ്രാർത്ഥിക്കാം. നടന്നിരിക്കും. അപ്പം ഞാനും ഭയങ്കര വെയിറ്റിംഗ് ആണ് കളി കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും കാണാം. നമുക്ക് സ്റ്റേഡിയത്തിൽ പോകാൻ പറ്റില്ലെങ്കിലും നമ്മൾ വീട്ടിൽ ഇരുന്ന് സപ്പോർട്ട് ചെയ്യുക. വാങ്കഡെ വെച്ചാണ് കളി നടക്കുന്നത്, നമ്മുടെ സ്റ്റേഡിയമാണ്. അപ്പം കാണാൻ വെയിറ്റിംഗ് അല്ലേ എല്ലാവരും? ഞാനും അതേപോലെ വെയിറ്റിംഗ് ആണ്. ജയിക്കട്ടെ. മുൻതൂക്കം നമുക്ക് തന്നെ കൂടുതൽ, കാരണം പ്ലെയേഴ്സൊക്കെ ഫോം ആയിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. നമുക്ക് നമ്മുടെ ബുംറയുണ്ട്, നമുക്ക് നമ്മുടെ സഞ്ജു ഉണ്ട്, അഭിഷേക് ഉണ്ട്, തിലക് ഉണ്ട്, സൂര്യ ഉണ്ട്, ഹാർദിക് ഉണ്ട്, ഡുബൈ ഉണ്ട്, അങ്ങനെ ഓരോ പ്ലെയേഴ്സ് ഉണ്ട് നമുക്ക്. അവർക്കും ഉണ്ട് ഇതേപോലെ എടുത്തു പറയാൻ പ്ലെയേഴ്സ്. പക്ഷെ നമ്മൾ ജയിക്കുന്ന വിശ്വാസമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. കളി കാണാം. കളി കണ്ടിട്ട് ബൈ.